മാതൃഭൂമിയും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന കേരള ബിരിയാണി ക്വീൻ ഗ്രാൻഡ് ഫിനാലെ എറണാകുളം ഗോകുലം പാർക്കിൽ പുരോഗമിക്കുന്നു. ഫൈനലിൽ ദമ്മിടുന്നത് ജില്ലാതല വിജയികളായി 28 പേരാണ്. ഫിനാലയുടെ മുഖ്യ അതിഥിയായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തും. ഹരീഷ് ഹരിദാസും കാർത്തിക മഠത്തിലും ഒപ്പം വിശേഷങ്ങളുമായി ചേരുന്നു. രണ്ടാളും അവിടെ ദമ്മിന്റെ മണത്തിൽ ആറാടി നിൽക്കുകയാണോ, ഭക്ഷണം കഴിച്ചോ? ഈ ബിരിയാണി ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ, ക്വീനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കൊച്ചിയിലെ കാറ്റിന് ഒറ്റ ഗന്ധമേ ഇന്നുള്ളൂ. നല്ല ദമ്മിട്ട ബിരിയാണിയുടെ മണം, വായിൽ മൊത്തം വെള്ളം തോന്നുന്നു, ഒന്നും പിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ഹരീഷേട്ടനായിരുന്നു ഇത്രയും നേരം ആ ഒരു രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടുത്തെ പരിപാടി സൂപ്പറാണ്, അതിഗംഭീരാണ്. കാരണം 28 ആൾക്കാർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അവർക്കൊരു ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് ജില്ലാ തലത്തിൽ 1ഉം 2ഉം സ്ഥാനം കിട്ടിയ ആൾക്കാർ, അത് 30 പേരാണ് ജില്ലയിൽ മത്സരിച്ചത്. അതിൽ 1ഉം 2ഉം സ്ഥാനം കിട്ടിയ ആൾക്കാരാണ് ഇവിടെ വന്നേക്കുന്നത്. ജില്ലയിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം ഇഞ്ചോട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇഞ്ചോട് ഇഞ്ച് ഫൈറ്റ് ആയിരുന്നു. അതിൽ 1ഉം 2ഉം കിട്ടിയ ആൾക്കാർ വന്നിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ ആലോചിച്ച് നോക്ക് പൊന്നോ. പിന്നെ നിവിൻ പോളി പറഞ്ഞ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. അവസാന 10 മിനിറ്റ് ഇനിയിപ്പോ ദമ്മങ്ങോട്ട് പൊട്ടിക്കും. ദമ്മ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പിന്നെ അതിനപ്പുറം മമ്മൂക്ക, അതെ, മമ്മൂക്ക വരാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ജഡ്ജസ് ഒക്കെ എല്ലാവരും എത്തിക്കഴിഞ്ഞു അല്ലേ? പുള്ള സാർ എത്തിയിട്ടുണ്ട്, ഓൾറെഡി എത്തി. ആനിച്ചേച്ചി വന്നു. അതുപോലെ തന്നെ എത്തും. അത് കഴിഞ്ഞാൽ ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ ജഡ്ജ്മെന്റും കാര്യം സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും സംഗതി അസാധ്യം. ഹരീഷ്, നമ്മളൊരാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്, ഒരു ഇത്തിരി കുഞ്ഞൻ ബിരിയാണി സ്നേഹിയെ. ബിരിയാണിയുടെ ബ്രാൻഡ് അംബാസഡർ, കേരളത്തിലെ ഒറ്റ അംബാസഡർ ബിരിയാണിക്കുള്ളൂ. അതാണ് നീ ബിരിയാണി വന്നല്ലേ ഇവിടെ? ബിരിയാണി വേണ്ടേ മോന്? എത്ര ബിരിയാണി വേണം? 5 28 ഉണ്ട്. 5 മോന്, 23 മാമന്. അടി നിരക്കൊന്നുമില്ല. അപ്പൊ ശംഖു എത്തിയിട്ടുണ്ട്. ശംഖു ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? അങ്കണവാടി എവിടെ? അല്ല, അങ്കണവാടി പോയില്ല. വൈ എന്താ പോവാഞ്ഞേ? അങ്കണവാടി ഹോളിഡേ. ബുധനാഴ്ചയല്ലേ? അംഗനവാടി അവധി കൊടുത്തിട്ടുണ്ട് ആശാൻ. ടീച്ചറും കൂട്ടിയാ വന്നേക്കുന്നത്. ടീച്ചറും കൂടെ വന്നിട്ടുണ്ട്. ആശാൻ ബിരിയാണി കഴിക്കാനുള്ള ആ മൂഡിലാണ്. പിന്നെ നമ്മൾ കുറെ സങ്കടത്തിലാണ്. കാരണം ഈ ബിരിയാണി ഫെസ്റ്റ് ഇന്നത്തോടെ സമാപിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നുള്ള അറിയില്ല. പിന്നെ എന്തായി നീ പൂർത്തീകരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പണി പൂർത്തീകരിച്ചു, കുഴപ്പമില്ല. കപ്പടിക്കണം. 5 ലക്ഷം. നമ്മളിവിടെ വന്നതേ ലക്ഷപ്രഭുവായി. അതെ, പൈസ വേണ്ട അല്ലേ? എനിക്ക് തന്നേക്കുവോ? കിട്ടിയാൽ കൊണ്ടുപോകും. പത്തനംതിട്ട. മലപ്പുറം. മലപ്പുറത്തിന്റെ മൊഞ്ചുള്ള ബിരിയാണി മഹബത്ത്. അതെ അതെ. ഉപ്പിട്ടോ? പാകത്തിനിട്ട് മാത്രം കാര്യമില്ല, കുറച്ച് ഉപ്പൊക്കെ ഇടണം. ചേരുവകൾ മഹബത്താവുള്ളൂ. ഗംഭീരമാണ് കേട്ടോ, ഗംഭീരമാണ്. ശംഖു ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. എല്ലാരും ഇവിടെ. ഹരീഷ്, ഇന്നത്തെ പരിപാടിയുടെ മൊത്തത്തിലുള്ളൊരു രീതി, സ്വഭാവം എങ്ങനെയാണെന്നും കൂടി പറയണേ. നമ്മൾ കഥയിൽ മാറിപ്പോയി. എന്താ ഒന്നാമത് ഇപ്പൊ 4 മണിയോട് കൂടി തന്നെ മമ്മൂക്ക എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മമ്മൂക്ക എത്തിക്കഴിഞ്ഞാൽ തന്നെ ഗ്രാൻഡ് ഫിനാലെ പ്രഖ്യാപനം ഉണ്ടാവും. 1ാം സ്ഥാനം 5 ലക്ഷം രൂപയാണ്, 2ാം സ്ഥാനം 3 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3ാം സ്ഥാനം 1 ലക്ഷം രൂപ. അങ്ങനെ 5, 2, 1 എന്നിങ്ങനെയാണ് സമ്മാനം ലഭിക്കുക. അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഗാനമേള പരിപാടി ഉണ്ടല്ലോ കാർത്തിക, അല്ലേ? ഷെഡ്യൂൾ എന്തൊക്കെ? ഗാനമേളയുണ്ട് വൈകിട്ട്. നമ്മൾ അഫ്സലും അഖില ആനന്ദുമാണ് ഗാനമേളയ്ക്കായിട്ട് വരുന്നത്. ഒരു അടിപൊളി എന്തായാലും വിരുന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലേ ഹരിച്ചേട്ടാ? പിന്നെ അതിന് പുറമെ തന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജില്ലയിൽ നിന്നും പങ്കെടുത്ത. പറയൂ ഹരീഷ്, കേൾക്കാം. നമ്മൾ ജില്ലയിൽ നിന്ന് പങ്കെടുത്ത എല്ലാ പേരും ഈ മത്സരം അവസാന ഗ്രാൻഡ് ഫിനാലേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം വരും. അപ്പം 420 പേര് അവരെ ഓൾറെഡി ഉണ്ട്. പിന്നെ റോസ് ബ്രാൻഡ് ടീം ഓൾറെഡി ഉണ്ട്. അപ്പം എല്ലാം ചേർത്ത് 1200 പേർക്ക് വേണ്ടി രാത്രി വലിയൊരു അത്താഴ വിരുന്ന് റെഡിയാക്കുന്നുണ്ട്. അത് 5 കൂട്ടം ബിരിയാണിയാണ്. നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ചെമ്മീൻ ബിരിയാണി ഉണ്ട്. പിന്നെ ബിരിയാണി പറഞ്ഞ ചെമ്മീന്, ബീഫ്, അയക്കൂറ, പ്രോൺസ് ഉണ്ട്, ബീഫ്, മട്ടൺ, പിന്നെ മഷ്റൂം ബിരിയാണി, പിന്നെ വെജും ഉണ്ട്. 5 അല്ല 7 ബിരിയാണിയുള്ള മെഗാ അത്താഴ വിരുന്നും അവസാനമായി തന്നെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം എല്ലാ രാത്രി
ഒരുക്കുന്നുണ്ട്. പക്ഷെ രാത്രി മാത്രമല്ല ഉച്ചയ്ക്ക് വന്നിട്ടോ നമുക്കൊരു സ്പെഷ്യൽ വരുന്ന ഉച്ചയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ചുരുക്കി പറഞ്ഞ വയറ് വാടക എടുത്ത് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് കാർത്തിക് ഇവിടെ. അപ്പൊ എന്തായാലും സംഗതി വേറെ ലെവലാണ്, നല്ല മണം വരുന്നുണ്ട്. ശരി ഹരീഷ്, കാർത്തിക, അങ്ങനെ എല്ലാവരും ദം പൊട്ടിക്കാനുള്ള കാത്തിരിപ്പിലാണ്.